കാതിൽ പ്രണയം മൊഴിയും പൂന്തെന്നലേ, ഏഴഴകൊഴുകും പീലി വിടർത്തും പൂമയിലേ, താഴ്വരയിൽ സ്നേഹഛായകളിൽ താണു പറക്കുന്നു, ഇരുമയൊരു മനമൊരേ ചിറകുമായി രണ്ടിണപ്രാവുകൾ, ഇരുമയൊരു മനമൊരേ ചിറകുമായി രണ്ടിണപ്രാവുകൾ, ഞങ്ങൾ രണ്ടിണപ്രാവുകൾ. മേലത്തെ കാട്ടിലെ പൂമരക്കൊമ്പിലൊരീണം മീട്ടും പൂങ്കുയിലേ, കാലം എഴുതിയൊരു സ്നേഹഗീതം പാടി നടക്കാമോ, താഴ്വരയിൽ സ്നേഹഛായകളിൽ താണു പറക്കുന്നു, ഇരുമയൊരു മനമൊരേ ചിറകുമായി രണ്ടിണപ്രാവുകൾ, ഞങ്ങൾ രണ്ടിണപ്രാവുകൾ. എന്തുവാടെ ഇന്ന് രാവിലെ തൊട്ട് കണ്ണാടിയുടെ മുന്നിലാണല്ലോ? എന്റെ പൊന്നളിയാ, ഞാൻ പ്രേമം കണ്ടതോടുകൂടി ഒരു മലരിന്റെ പിറകെയാണ്. മലര? ഏത് മലര്? അതിപ്പം നീ അറിയണ്ട. എന്നാ ഞാനൊരു കതിരിനെങ്കിലും കണ്ടുപിടിക്കും മോനെ. സമയാവുമ്പോ പറയാടേ. ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കൂല്ലോ. ഹായ്. അളിയാ എന്തേലും ഇട്ടിട്ട് പോടെ. എന്റെ പൊന്നളിയ കയ്യിൽ 5ന്റെ കാശില്ലടാ. നീ ഇങ്ങോട്ട് വന്നടാ മച്ചാ. ഇന്ന് വാടാ. ഇവന്മാർക്ക് നമ്മളെ കണ്ടുപിടിക്കില്ല. ഇന്നില്ലാത്ത ഫ്രണ്ട്സ്. അതെ, ഇന്റർസോൺ തുടങ്ങാറായി. പ്രാക്ടീസ് ഉഷാറാകണം കേട്ടോ. ഓക്കെ സർ. ശരി. Good evening. So we are come here for the management class, right? Let's start the day with the class for management, right? Management. Management is everywhere, in everything. Whatever we do from the morning, in night we sleep. നമ്മൾ ഉറങ്ങിയാലും ശരി, എണീറ്റാലും ശരി, എന്നിട്ട് വീണ്ടും ഉറങ്ങിയാലും ശരി, ഭക്ഷണം കഴിച്ചാലും ശരി, നടന്നാലും ശരി, കാർ ഓടിക്കുക തന്നെയാണെങ്കിലും ക്ലാസ് എടുക്കുവാണെങ്കിലും എന്ത് ചെയ്താലും മാനേജ്മെന്റ് ഈസ് എ മസ്റ്റ്. മാനേജ്മെന്റ് ചെയ്തേ പറ്റൂ, ശരിയല്ലേ? വേറെന്താണ് മാനേജ്മെന്റിനകത്തുള്ളത്? നമ്മളെ മാനേജ് ചെയ്തേ പറ്റൂ. അതാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പണി അതെത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, അതാണ് മാനേജ്മെന്റിനകത്തുള്ളത്. ഏത് പണിയും നമുക്ക് പല വിധത്തിൽ ചെയ്യാൻ പറ്റും. ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, അതിലും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, മോശമായിട്ടും ചെയ്യാൻ പറ്റും. പണി പല വിധത്തിൽ ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നതിനാണ് മാനേജ്മെന്റിന്റെ പ്രസക്തി. എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കാര്യം ചെയ്തു തീർക്കുക, റൈറ്റ്?
എക്സ്ക്യൂസ് മീ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? Oh, sure. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No, sir. ഓ, നോ ഡൗട്ട്സ്, ഓക്കെ. എടാ, എനിക്കൊരു ഡൗട്ട്. നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന നമ്മുടെ ഫ്രണ്ട്സും കോളേജ് ലൈഫൊക്കെ നമുക്ക് മിസ് ചെയ്യല്ലേ? വെരി കറക്റ്റ്. നമുക്കിനി കോളേജിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യണം. ഹരി, ഒരു മിനിറ്റ്. നിക്കടാ ജോ. എന്താണ് ചെയ്യുന്നൊരു പ്രത്യേക സ്നേഹമൊക്കെ? എന്താ? ആ വന്നേ സംസാരിക്കട്ടെ. എന്താടാ? ശരിയല്ലേ? കളർഫുൾ ആണല്ലോ. എനിക്കെന്തായാലും ട്രീറ്റ് കിട്ടിയേ ഇത് പറ്റിയിട്ട് ഹായ് അനീഷ. ഹായ്, എന്നാ പിന്നെ കാണാട്ടോ. ഇവക്കൊക്കെ വരാൻ വേണ്ടി ഒരു സമയം. ഹായ്. ഹായ്. എന്താടാ മച്ചാ രാവിലെ തന്നെ നമുക്കിതല്ലാതെ വേറെ എന്താ കളിയാ പണി? ജോയിയുമായി കൂടുതൽ അടുത്തപ്പോൾ നമ്മുടെ തെറ്റെന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. ശരിയാ. ഹരിയുമായി അടുത്തപ്പോൾ എനിക്കോ തോന്നി നമ്മൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം. മനസ്സിലാവില്ലേ? കള്ളന് പിടി കിട്ടിയിട്ടില്ല. മാനേജ്മെന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ, എല്ലാം മനസ്സിലായോ? എല്ലാം മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായി. ഞങ്ങൾ 10 വർഷമായി പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. താൻ ഈ ഒറ്റ മണിക്കൂർ കൊണ്ട് പഠിച്ചോ? ഞങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എല്ലാം മനസ്സിലായി. ഓക്കെ 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 ഓക്കെ, ഇരുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ, ഐ എം ടോട്ടലി ഫൈൻ. ഗുഡ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് മനുഷ്യൻ്റെ ജീവിതത്തിൽ മാനേജ്മെൻറ്റിനുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്, അല്ലേ? നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു മാനേജ്മെൻറ്റ് വേണമെന്നർത്ഥം. എന്ത് കാര്യവും ഭംഗിയായി ചെയ്യുന്നതിനും അതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടുന്നതിനും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണെന്നർത്ഥം. എന്തിൻ്റെയും നിലനിൽപ്പ് പോലും മാനേജ്മെൻറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇവനോട് ഇപ്പോൾ പറയണോ? വേണ്ട, ഇവൻ കുളമാക്കും. ഇനിയും മൃദുവരുമകലും ഭൂമിയൊരു മരുവായി മാറിടാം. ആയുഗ സംഭ്രമ സന്ധ്യകളോതും
പുലരുമി പ്രണയം താഴ്വരയിൽ സ്നേഹഛായകളിൽ താണുപറക്കുന്നു ഇരുമയൊരു മനമൊരേ ചിറകുമായി രണ്ടിണ പ്രാവുകൾ ഞങ്ങൾ രണ്ടിണ പ്രാവുകൾ പൂവിൻ കാതിൽ പ്രണയം മൊഴിയും പൂന്തെന്നലേ ഏഴഴകൊഴുകും പീലി വിടർത്തും പൂമയിലേ താഴ്വരയിൽ സ്നേഹഛായകളിൽ താണുപറക്കുന്നു ഇരുമയൊരു മനമൊരേ ചിറകുമായി രണ്ടിണ പ്രാവുകൾ ഇരുമയൊരു മനമൊരേ ചിറകുമായി രണ്ടിണ പ്രാവുകൾ ഞങ്ങൾ രണ്ടിണ പ്രാവുകൾ. എന്താളീ ആലോചിക്കുന്നേ? വല്ലവരും കൊത്തിയോ? എനിക്കും കൊത്തി. ആദ്യം നീ പറ, എന്നിട്ട് പിന്നെ ഞാൻ പറയാ. നീ പറ. നമ്മുടെ ക്ലാസ്സിലെ അനുഷ. എന്തു പറ്റിയാളിയാ? നിനക്കറിയാവുന്നതല്ലേ ഞാൻ അവളും തമ്മിലുള്ള ബന്ധം? എന്താ നീ പറയുന്നേ? അവളെ ഞാൻ ആർക്കും വിട്ടുവീഴ്ച. നീയോ? ആലവരാതി. കാറില് അതും ഒറ്റയ്ക്ക്. ഇതെന്നാടോ രണ്ടാളും സെപ്പറേറ്റ് ആയിട്ട്? ഇവന്മാർക്ക് ഇതെന്നാ പറ്റി? എന്തോ പ്രശ്നമുണ്ട്. മറ്റേ ആളെവിടെയോ? നിങ്ങൾക്കിത് എന്തു പറ്റിയടോ? സ്റ്റുഡൻസിന് മാത്രമല്ല, ഞങ്ങൾ ടീച്ചേഴ്സിനും കൂടെ കൗതുകമായിരുന്നു നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്. തനിക്ക് ക്ലാസ്സിലും ശ്രദ്ധയില്ല, അയാൾക്ക് സ്പോർട്സിലും ശ്രദ്ധയില്ല. 2 ദിവസമായി ഞങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്നു. ആവശ്യമില്ലാത്തൊന്നും മനസ്സിലിട്ട് വലുതാക്കണ്ട. നിനക്കറിയോ, സത്യത്തിൽ നിന്നോടല്ല ഞങ്ങൾക്ക് അസൂയായിരുന്നു. അളിയ, സത്യത്തിൽ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ക്ലാസ്സിലെ മെയിൻ ടോപ്പിക് നിങ്ങളെക്കുറിച്ച്. നിനക്കൊന്നും വേറൊന്നും പറയാനില്ലേ? അല്ല, ഇയാൾ പറയുന്നു
ഇയാൾക്ക് റൂം മാറണമെന്ന്. എനിക്ക് മാറണം. ഇവൻ മാറിയില്ലെങ്കിലും എനിക്ക് മാറണം. ഓ, നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും 2 ദിവസം വെയിറ്റ് ചെയ്യ്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു 15 മിനിറ്റ് നേരത്തെ ക്ലാസ് വിടുന്നു. ഓക്കെ, പൊയ്ക്കോളൂ. ബൈ, ടേക്ക് കെയർ. ഓക്കെ, വെയിറ്റ്. ഇരിക്ക്, അവിടെ ഇരിക്ക്. ഈ 15 മിനിറ്റ് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാ. എന്ത് പറയുന്നു? ഓക്കെ, നമ്മളിപ്പോൾ 10-15 ദിവസത്തിനുള്ളിൽ കോഴ്സ് കഴിഞ്ഞ് പോവും. പിന്നെ നമ്മൾ എന്തെങ്കിലും ജോലി നേടും, വിവാഹം കഴിക്കും. തമ്മിൽ കണ്ടെന്ന് പോലും വരികയില്ല. ആട്ടെ, ഏത് തരത്തിലുള്ള ആളെയാണ് നമ്മൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? അത് നമ്മൾ ഓരോരുത്തരും ഇപ്പം ഇവിടെ പറയണം. ഓക്കെ? ഈ പെണ്ണിനെ തന്നെയാണെന്ന് ഞാനങ്ങ് പറഞ്ഞാലോ? ഫസ്റ്റ് ഹരി പറയണം. എനിക്ക് എന്നേക്കാൾ 5-6 വയസ്സ് മൂപ്പുള്ള ഒരു പെണ്ണിന് വേണം. അയ്യേ, നീ അത്രക്കാരനാണ്ടാ. ഒരു 5 അടി 10 ഇഞ്ച് ഉയരം വേണം. എന്തിനാടാ? എവിടെ ചെന്നാലും അടിയുണ്ടാക്കും. ഇത് തടയാനൊരാൾ വേണം. ഓ, അത് ശരിയാ. എനിക്ക് നല്ല മുടിയുള്ള പെണ്ണെ വേണം. എനിക്ക് നല്ല ശക്കീലനെ പോലെ പെണ്ണിനെ വേണ്ട. എന്റെ സങ്കല്പങ്ങൾ ഞാൻ പറയാം. എന്റെ അച്ഛനമ്മമാരുടെ വികാരം മാനിച്ച് എന്റെ ജാതിയിൽപ്പെട്ട ഒരാളെ ഞാൻ വിവാഹം കഴിക്കൂ. പിന്നെ എന്നേക്കാളും 5 വയസ്സിനേലും മൂത്തതായിരിക്കണം. അതിലും വലുതായിട്ട് എൻ്റെ കൊച്ചു കൊച്ചു അബദ്ധങ്ങൾ ക്ഷമിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അല്ലാതെ ഈ 2 സ്റ്റൂപ്പിഡ്സിനെ പോലെ ആവരുത്. എത്ര ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഇവർ. എന്നിട്ടെന്തോ ചെറിയ കാര്യത്തിന് കീരിയും പാമ്പുമായി. എന്നെ കെട്ടുന്നവനാണെങ്കിലെങ്കിൽ പണ്ടേ മുഖത്ത് ചെരുപ്പൂരി അടിച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോയേനെ. അപ്പോൾ ശരി, ബൈ. എന്നാലൊരു പെണ്ണിന് വേണ്ടി നീ എന്നെ... ഒരു പുണ്യാളം വന്നിരിക്കുന്നു. ഇങ്ങോട്ട് കേരള വണ്ടിയിലേക്ക്. ചെറുത്താൻ്റെ കൂടെ കൂടിയ ഏത് പുണ്യാളെന്ന് ആറൂടാ. നിനക്ക് നല്ല ഇടിയുടെ കുറവുണ്ട്. അവളല്ലെങ്കിൽ ഇവള്, ഇവളല്ലെങ്കിൽ ഇവളുടെ അനിയത്തി.